മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ സംരക്ഷണവും സഹായവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ വഴികളിൽ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കട്ടെ. നല്ലൊരാഴ്ച അവർക്ക് ആശംസിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 57 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നിന്റെ ശത്രുവിനോടുകൂടെ നീ അധികാരിയുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ അവനുമായിട്ട് രമ്യതപ്പെട്ടുകൊള്ളുക എന്ന്. പ്രിയപ്പെട്ടവരെ, രമ്യത, അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. ദൈവാനുഗ്രഹത്തിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനുരഞ്ജനം. ദൈവവുമായിട്ട്, നമ്മുടെ സഹജീവികളുമായിട്ട്, നമ്മോട് തന്നെയും പ്രകൃതിയോടും നമ്മൾ ഓരോരുത്തരും അനുരഞ്ജനപ്പെടണം. ദൈവത്തോട് നമുക്ക് മനസ്സിലൊരു അസ്വസ്ഥതയുണ്ടോ പരിശോധിക്കണം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി നിലവിളിച്ചിട്ടും ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഞാൻ ഈ ഭൂമി കിടന്ന് കഷ്ടപ്പാട് അനുഭവിക്കുക, സഹിക്കുക, ദൈവം എന്നെ കാണുന്നില്ല. ഈ ഒരു പരാതിയും പരിഭവവും നമ്മുടെ ഉള്ളിലുണ്ടോ? ദൈവത്തോട് നമ്മൾ അനുരഞ്ജനപ്പെടണം. എങ്കിലേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എത്ര വേദനിച്ചാലും എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഇല്ലെങ്കിലും എന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നതിൽ, അത് സാധിച്ചു തരുന്നതിൽ കാലവിളംബം വരുത്തിയാലും എന്റെ ദൈവം സ്നേഹമാണ്, എന്റെ ദൈവം കാരുണ്യമാണ്, എന്റെ ദൈവം എന്നെ അറിയുന്നവനാണ്, എന്നെ കൈവിടുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യം എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതാണ് ദൈവത്തോടുള്ള അനുരഞ്ജനം. അതുണ്ടെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. നിന്റെ സഹജീവികളോട് നീ അനുരഞ്ജനപ്പെടണം. നിന്റെ ഭർത്താവിനോട്, നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട്, നിന്റെ മാതാപിതാക്കളോട്, നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളോട്, നിന്റെ മരുമക്കളോട്, നിന്റെ അയൽവക്കക്കാരോട്, സഹോദരങ്ങളോട് നീ അനുരഞ്ജനപ്പെടണം. നിന്റെ കുടുംബത്തില് ആരെങ്കിലുമായിട്ട് നിനക്കൊരു അസ്വസ്ഥതയുണ്ടോ? എന്നെ ഉപദ്രവിച്ചു, എന്നെ മാറ്റി നിർത്തി, എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞു, എന്നെ വേദനിപ്പിച്ചു, എന്നെ തകർത്തു, ഇങ്ങനെ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും നിനക്കെതിരെ ചെയ്തു എന്നുള്ളൊരു തോന്നല് നിന്റെ ഉള്ളിലുണ്ടോ? എന്റെ ജീവിത പങ്കാളി എന്റെ ജീവിതം തകർത്തു, ഇതെനിക്ക് ചേർന്ന ജീവിതമല്ലായിരുന്നു, എന്റെ മാതാപിതാക്കൾ എന്റെ ജീവിതം തകർത്തു, എന്റെ മക്കൾ എന്റെ ജീവിതം തകർത്തു, എന്റെ സഹോദരങ്ങൾ എന്റെ ജീവിതം തകർത്തു, എന്റെ അയൽവക്കക്കാർ എന്റെ ജീവിതം തകർത്തു, ഇങ്ങനെ ആരെക്കുറിച്ചെങ്കിലും നീ കരുതുന്നുണ്ടോ? അവരോട് നീ അനുരഞ്ജനപ്പെടണം. ക്രിസ്തുനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നിന്നെ വേദനിപ്പിച്ചവരെയും മാറ്റി നിർത്തിയവരെയും ഒറ്റപ്പെടുത്തിയവരെയും നീ നോക്കിക്കൊണ്ട് നീ പ്രാർത്ഥിക്കണം. ഇവർ ചെയ്യുന്നത് എന്തേ എന്നും ചെയ്തത് എന്തേ എന്നും ഇവരറിയുന്നില്ല കർത്താവേ, ഇവരോട് ക്ഷമിക്കണമേ. ഇത് അനുരഞ്ജനമാണ്. ഈ അനുരഞ്ജനം നിന്റെ കുടുംബത്തിൽ വന്നാൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, നിന്റെ അധ്വാനങ്ങളിൽ ഉയർച്ചയുണ്ടാവും. ഈ അനുരഞ്ജനം നടക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മോട് തന്നെ നമുക്കൊരു അനുരഞ്ജനം ഉണ്ടാകണം. എന്നെ ഇഷ്ടമല്ല എനിക്ക് തന്നെ, ഞാൻ കൊള്ളില്ല, എനിക്ക് കഴിവില്ല, ഞാൻ ചെയ്യുന്നതൊക്കെ പൊട്ടയാ, ഇങ്ങനെയുള്ള ചിന്തകൾ നിന്റെ ഉള്ളിലുണ്ടോ? നിന്നോട് തന്നെ അനുരഞ്ജനപ്പെടണം. എന്റെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. എനിക്കൊരു വിലയുണ്ട്, എനിക്ക് ദൈവം ഒരു വില തന്നിട്ടുണ്ട്, എനിക്കൊരു മഹത്വമുണ്ട്, എനിക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. അത് നീ മനസ്സിലാക്കിയിരിക്കണം. ആ ബോധ്യം നിന്റെ ഉള്ളിൽ വന്നാൽ നീ അനുരഞ്ജനപ്പെടും. പ്രകൃതിയോട്, നീ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തോട്, ഈ സ്ഥലം കൊള്ളില്ല, ഈ വീട് കൊള്ളില്ല, ഈ ദേശം കൊള്ളില്ല, ഇങ്ങനെ ചിന്തകൾ നിന്റെ മനസ്സിലുണ്ടോ? ആ ദേശത്തോട് നീ അനുരഞ്ജനപ്പെടണം. നിന്റെ ഭവനത്തോട് നീ അനുരഞ്ജനപ്പെടണം. നീ ആയിരിക്കുന്ന സ്ഥലത്തോട് നീ അനുരഞ്ജനപ്പെടണം. നല്ലതാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഇടമെന്ന് ബോധ്യം വേണം. ഇതുണ്ടെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ലഭിക്കും. ഈ അനുരഞ്ജനം നിന്റെ ജീവിതത്തിൽ നടക്കണം. പ്രിയപ്പെട്ടവരെ, കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ആഴ്ചത്തെ നമ്മുടെ ജീവിതത്തിനുള്ള ചിന്ത കർത്താവിന് തരിക സ്നേഹത്തിന്റെ വഴിയായത്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാറ്റിനെയും സ്നേഹിക്കുക. ദൈവത്തെ, സഹജീവികളെ, തന്നെ, ലോകത്തെ സ്നേഹിക്കുക. സ്നേഹിക്കാൻ പഠിപ്പിക്കണമെന്ന് ഈശോയോട് പ്രാർത്ഥിച്ച്
ഈ ദിവസത്തെയും ഈ ആഴ്ചത്തെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ. ഈ ആഴ്ചയിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. പോകുന്ന വഴികളിൽ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. പഠനങ്ങളിൽ അങ്ങ് ഇവരെ സഹായിക്കണമേ. രോഗങ്ങളും അസ്വസ്ഥതകളും പകർച്ചവ്യാധികളും ആപത്തുകളും അപകടങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളും വരാതെ തിരുരക്തത്താൽ ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. കർത്താവെ, ദിവ്യകാരുണ്യത്താൽ കൽപ്പിക്കുന്നു, ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാനങ്ങളിൽ നിന്ന്, പോകുന്ന വഴികളിൽ നിന്ന്, ചെയ്യുന്ന കാര്യങ്ങൾ സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.